മാഡം, പനിയായിട്ട് വന്ന ഗംഗാധരന് ട്രിപ്പ് ഇടണ്ടേ? ഗംഗാധരന് പനി കൂടാതെ ഛർദിലോ വയറിളക്കോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റാത്ത അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മാഡം, അങ്ങനെയൊന്നുമില്ല. ഡ്രിപ്പ് അല്ലെങ്കിൽ IV ഫ്ലൂയിഡ് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ പനി കുറയ്ക്കും എന്നുള്ളത് ഉള്ളത് തന്നെയാണ്. പക്ഷെ അത് ഡ്രിപ്പായിട്ട് അല്ലെങ്കിൽ ഞരമ്പ് വഴി ആയിട്ട് തന്നെ കയറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആൾക്ക് ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള ഒരു ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആള് കഴിച്ചും കുടിച്ചും നേരെയാക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ പനി വരുമ്പോൾ എല്ലാവരും പൊതുവെ പറയുന്ന ഒരു ഡയലോഗാണ് ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോ എന്ന്. പക്ഷെ ഇഷ്ടം പോലെ എന്നുള്ള വാക്കിന് ഏതൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് പലർക്കും അറിയത്തില്ല. ശരിക്കും ഓരോ ആളുകളുടെ കിഡ്നി എത്രമാത്രം ഫ്ലൂയിഡ് പുറന്തള്ളുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും നമുക്ക് എത്രമാത്രം വെള്ളം കുടിക്കാം, അല്ലെ നമുക്ക് എത്രമാത്രം ഡ്രിപ്പ് ഇടാം എന്നൊക്കെയുള്ളത്. അതറിയാതാണ് പല ആളുകളും ചുമ്മാ ഓരോ തവണ ഓരോരോ ആശുപത്രിയിൽ പോയിട്ട് എത്ര അളവിലാണ് ഒരാളുടെ ശരീരത്തിൽ കയറ്റുന്നതെന്ന് അറിയാതെ അനാവശ്യമായിട്ട് ചിലപ്പോൾ ഡ്രിപ്പായിട്ടും അല്ലെങ്കിൽ സെയിം ടൈം ഡ്രിപ്പ് ഇടുന്ന ഒപ്പം അനാവശ്യമായിട്ട് അമിതമായി വെള്ളം കുടിക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടെ ചിലപ്പോൾ ആ ആളുടെ കിഡ്നിക്ക് അത്രയും വെള്ളം ഒരു അളവിൽ തന്നെ അത്രയും ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. എന്നിട്ട് അത്രയും വെള്ളം കുടിക്കുന്ന സമയത്ത് കിഡ്നി അവിടെ ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ, അത്രയും വെള്ളം പുറത്ത് കളയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആള് വലിയ വലിയ കുഴപ്പങ്ങളിലേക്കാണ് ചെന്ന് ലാൻഡ് ചെയ്യുക. ഏറ്റവും കോമൺ ആയിട്ട് ഇങ്ങനെ വെള്ളം ഒരുപാട് കുടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ നോർമൽ അളവിലേക്കാൾ കൂടുതൽ ഫ്ലൂയിഡ് ഇടുകയോ ചെയ്യുന്ന ആളുകൾക്ക് കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പോനാട്രീമിയ അഥവാ സോഡിയം കുറയുക എന്നുള്ളത്. നമുക്കൊക്കെ നോർമൽ ഒരു അളവിൽ സോഡിയം ഉണ്ട്. ഇത് വെള്ളം ചുമ്മാ അതിൽ എക്സ്ട്രാ ആയിട്ട് ചെല്ലുന്നതിനനുസരിച്ച് എന്ത് പറ്റും, ഈ ഉള്ള സോഡിയം വെള്ളം ചെല്ലുമ്പോൾ ഡൈല്യൂട്ട് ആയി പോകും. ഡൈല്യൂട്ട് ആയി പോകുമ്പോൾ നോർമൽ അളവിലുള്ള ആ സോഡിയത്തിന്റെ കോൺസെൻട്രേഷൻ അവിടെ കുറയും. സോഡിയത്തിന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ എന്താ പറ്റുക, നമുക്ക് സോഡിയം കുറയും. സോഡിയം കുറയുന്നതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ക്ഷീണം ഉണ്ടാവാം, ഓർമ്മക്കുറവുണ്ടാവാം, അല്ലെങ്കിൽ തലപെരുപ്പ്, കാര്യങ്ങൾ പല ലക്ഷണങ്ങളും ഉണ്ടാവും. അപ്പോഴും കറക്റ്റ് സമയത്ത് ഡയഗ്നോസ് ചെയ്ത് കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോമയിലേക്കും ഡെത്തിലേക്കും പോലും നമ്മുടെ സോഡിയം കുറവ് നയിക്കാം. അതേപോലെ തന്നെ മറ്റ് വാട്ടർ ടോക്സിസിറ്റി ഇതേ പ്രശ്നമാണ്. അതായത് വെള്ളം ശരീരത്തിൽ എക്സസ് അളവിൽ ഉണ്ടാവുക. ഇത് ഹാർട്ടിൽ ഓവർലോഡ് ഉണ്ടാവുകയും കാർഡിയാക് ഫെയിലിയർ ഉണ്ടാവുകയും അല്ലെങ്കിൽ കിഡ്നി ഇഷ്യൂസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യാൻ കാരണമാവും. എന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞത് കാരണം പനി വരുമ്പോൾ ആരും വെള്ളം കുടിക്കാതിരിക്കണം എന്നല്ല ഇതിനർത്ഥം. നമുക്ക് എത്ര അളവിൽ കുടിക്കണം എന്ന് നമുക്കറിയാമായിരിക്കണം. നോർമൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൾട്ട് ഒരു 2-2.5 ലിറ്റർ 2.25 ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം കുടിക്കാം, അതിനനുസരിച്ച് കിഡ്നി എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ. എന്നാൽ നമ്മുടെ ചെറിയ പ്രായം കുഞ്ഞു മക്കൾക്കും അല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകൾക്കും ചിലപ്പോൾ അത്രയും അളവിൽ വെള്ളം എല്ലാ ദിവസവും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കിഡ്നി എത്രമാത്രം പുറന്തള്ളുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട് സാധാരണ വീട്ടിലറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ യൂറിനൊരു പെയിൽ യെല്ലോ, ഒരു ചെറിയൊരു സ്ട്രോ കളർ പോലെ ചെറിയൊരു സ്ലൈറ്റ് യെലോയിഷ് ആണെന്നുണ്ടെങ്കിൽ അത് നോർമലാണ്. എന്നാൽ ഡാർക്ക് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ അത് കോൺസെൻട്രേറ്റഡ് യൂറിൻ ആണ്. അതിനർത്ഥം നമ്മൾ വെള്ളം കുടിച്ചത് പോരാ, ഇനിയും കുടിക്കണം എന്നാണ്. എന്നാൽ ഭയങ്കര ക്ലിയർ വെറും വെള്ളം പോലെയാണ് യൂറിൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ കുറച്ചധികം വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി 2.25 അല്ലെങ്കിൽ 2.25 ലിറ്ററോളം വെള്ളം ഒരു അഡൾട്ട് നോർമലി കുടിക്കുന്നു. ഇത് നമ്മളെല്ലാവരും വെറും വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്ത് അളന്ന് കുടിക്കുന്നത് മാത്രമാണ് ഈ ഇത്രയും വെള്ളത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു തണ്ണിമത്തം കുടിച്ചാലോ അല്ലെങ്കിൽ പച്ചക്കറികൾ കഴിച്ചാലോ അല്ലെങ്കിൽ ചോറിന്റെ കൂടെ ഒരു കറി ആയിട്ട് എന്തെങ്കിലും കഴിച്ചാലോ ഇതൊക്കെ വെള്ളത്തിന്റെ അളവിൽ തന്നെയാണ് സയന്റിഫിക്കലി പറയുക. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് 2.25 ലിറ്റർ വരെ നമുക്ക് വെള്ളം കുടിക്കാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വയ്യാത്ത അവസ്ഥയിലാണോ അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീയോ എന്നുള്ള അനുസരിച്ച് കാലാവസ്ഥയുടെ അനുസരിച്ചൊക്കെ വാട്ടർ ഇൻടേക്കിൽ ചെറിയ വ്യത്യാസം വാല്യൂവിൽ ഉണ്ടാവാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു പനി വരുമ്പോൾ ഓടിപ്പോയി ഡ്രിപ്പ് ഇടുന്നതും വെള്ളം കുടിക്കുന്നതും ഒരേ എഫക്റ്റ് തന്നെ കിട്ടുള്ളൂ. നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടിച്ചും കഴിച്ചും തന്നെ അത് ഇംപ്രൂവ് ചെയ്യണം. പനിക്കുള്ള മെഡിസിൻസും എടുക്കണം, വെള്ളം കുടിക്കണം. ആവശ്യത്തിലല്ലാതെ അനാവശ്യമായി അല്ലെങ്കിൽ അമിതമായി വെള്ളവും പല സാഹചര്യങ്ങളും വിഷമാണ്. വാട്ടർ ടോക്സിസിറ്റി എന്നൊരു കണ്ടീഷൻ കൂടെ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് വെള്ളം കുടിക്കണം, പക്ഷെ ആവശ്യത്തിന്. Okay.